ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ ടേസ്റ്റോട് കൂടിയ സമൂസ, ചിക്കൻ സമൂസ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള പകുതിയോളം വഴന്നു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും 1/4 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. സവാള നന്നായി വഴറ്റിയെടുത്ത ശേഷം ഈ പിച്ചിയെടുത്തിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്ത ശേഷം ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് സ്പൈസസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. നമുക്ക് കൂടുതൽ എരിവ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളുടെയൊക്കെ റോസ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ റോസ്മെല്ലൊക്കെ മാറിയ ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പൊട്ടാറ്റോ വേവിച്ചെടുത്തത് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പൊട്ടാറ്റോ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പൊട്ടാറ്റോ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ നന്നായിട്ട് മസാലയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മസാല ഒന്ന് ചൂടാകുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടി ഒരു പശ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മസാലയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒരെണ്ണം പുറത്തെടുക്കാം. എന്നിട്ട് ഒന്ന് കോണായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. അപ്പം നമുക്കൊരു കോണ് രൂപത്തിൽ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. മസാല ഫില്ല് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എൻഡിങ് പോർഷനിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പശ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ എൻഡിങ് പോർഷനിലും അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ സൈഡ് വശത്തും പശ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ മടക്കി കൊടുക്കാം. ഒന്നുകൂടെ ഞാൻ മടക്കിയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ടെടുക്കുക. മസാല ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. എല്ലാം മടക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്. ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും.